കോമൺ ലോ എൻട്രൻസ് ടെസ്റ്റ് 2023 ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 18-നാണ് എക്സാം എന്നാണ്. മേ ബി അതിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇനി അടുത്തതായിട്ട് നമുക്ക് വെബ്സൈറ്റിൽ പോയി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് നോക്കാം. സോ ക്ലാറ്റിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആദ്യമേ കൺസോർട്ടിയം ഓഫ് NLUS എന്ന വെബ്സൈറ്റിലേക്ക് പോവാം. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലാറ്റ് 2023 എന്നുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡ് കോർണറിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അതിൽ പോയി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. അവിടെ രണ്ട് ഓപ്ഷൻ വീണ്ടും കാണാവുന്നതാണ്, ലോഗിങ്ങും രജിസ്റ്ററും. നേരത്തെ രജിസ്റ്റർ ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ച് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുന്നതാണ്. പുതിയൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെയിം, മൊബൈൽ, ഇമെയിൽ ID, പാസ്വേഡ്, കൺഫേം പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻസ് കാണും. ഇതിനെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം ആക്ടിവേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ഹോം പേജിലേക്ക് വരുന്നതായിരിക്കും. അവിടെ നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്കൊരു ന്യൂ പേജ് വരുന്നതായിരിക്കും. അവിടെ രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റ് UG അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് PG. ഇതിൽ നമ്മളിപ്പോൾ തൽക്കാലം UG അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കൺഫർമേഷനായിട്ട് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. അതിൽ ഓക്കെ സെലക്ട് ചെയ്യുക. നൗ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ UG എന്നുള്ളൊരു ന്യൂ പേജിലേക്ക് വരുന്നതായിരിക്കും. അവിടെ മൊത്തവും 5 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന് പേഴ്സണൽ ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽ, ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, പ്രിഫറൻസ് ആൻഡ് റിസർവേഷൻ. ഇതിൽ ആദ്യമായി പേഴ്സണൽ ഇൻഫർമേഷൻ. പേഴ്സണൽ ഇൻഫർമേഷനിൽ ആദ്യമായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത് ഫോട്ടോഗ്രാഫും അതിനോടൊപ്പം തന്നെ നമ്മുടെ സിഗ്നേച്ചറുമാണ്. ഇത് രണ്ടും JPG ഫോമാറ്റിൽ. ഫോട്ടോഗ്രാഫ് അത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. അതിനുശേഷം പിന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആപ്ലിക്കേഷൻ നെയിം ഇൻ ഫുൾ. അത് നമ്മുടെ 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റിൻ്റെ ഫുൾ നെയിം വേണം എൻ്റർ ചെയ്യാൻ. പിന്നെ സ്റ്റാർ ഓപ്ഷൻ വന്നിരിക്കുന്ന എല്ലാം മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മൾ എൻ്റർ ചെയ്താലേ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഏതെങ്കിലും സ്പെഷ്യൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് അപ്ലോഡ് ചെയ്ത് സേവ് എസ് ഡ്രാഫ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അടുത്തായി വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിൽ നമ്മുടെ കറസ്പോണ്ടിങ് അഡ്രസ്, സ്റ്റേറ്റ് എന്നീ പറഞ്ഞിരിക്കുന്ന എല്ലാ ഓപ്ഷനിലും പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അടുത്തതായി വരുന്നത് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ്. അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് +2 ഏത് സ്ട്രീമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വേണം സെലക്ട് ചെയ്യാൻ. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണെങ്കിൽ പാസ്റ്റ് എന്നും, പഠിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പിയറിംഗ് അല്ലെങ്കിൽ അപ്പിയർഡ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം പഠിച്ച് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ പെർസെൻറ്റേജ് എൻ്റർ ചെയ്യണം. പഠിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പിയറിംഗ് ഓർ അപ്പിയർഡിനോടൊപ്പം പെർസെൻറ്റേജ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കണം. അതിനോടൊപ്പം നമ്മുടെ ബോർഡ് യൂണിവേഴ്സിറ്റി ഏതാണെന്നും മന്ത് ഓഫ് പാസിംഗ് എന്നും കൂടെ എൻ്റർ ചെയ്തേക്കണം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ വരുന്നത് പ്രിഫറൻസ്. പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെസ്റ്റ് എവിടെയൊക്കെ എഴുതാൻ പറ്റുമെന്നുള്ള ഓപ്ഷൻസ് ആണ്. അതിൽ പ്രധാനപ്പെട്ടത് എറണാകുളം, കാലിക്കറ്റ്, ട്രിവാൻഡ്രമാണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. അതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിഫറൻസ് 1, 2, 3 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും സേവ് ആസ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റിലേക്ക് പോകാം. അടുത്ത് വരുന്നതാണ് റിസർവേഷൻ. അതിൽ നമുക്ക് ഡീഫോൾട്ട് സെലക്ട് റിസർവേഷനിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് PDF കാണാൻ കഴിയും. ആ PDF സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ കോളേജിലാണ് റിസർവേഷൻ അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ളതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം സബ്മിറ്റ് ഫോം ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിൽ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. എഡിറ്റ് ആപ്ലിക്കേഷൻ ഫോം, ഡിലീറ്റ് ആപ്ലിക്കേഷൻ, മേക്ക് പേയ്മെൻറ്റ്. എഡിറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റാൻ പറ്റുന്നതായിരിക്കും. പിന്നെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ് മേക്ക് പേയ്മെൻറ്റ്. അതിൽ ഫീസ് സ്ട്രക്ചർ വരുമ്പോൾ SC STക്കും BPLനും ഫീസ് വരുന്നത് 3500 രൂപയാണ്. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 4000 രൂപയാണ്. അതിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ 500 രൂപയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പേയ്മെൻറ്റ് നടത്താൻ പല ഓപ്ഷൻസ് ഉണ്ട്. അതിലേത് ഓൺലൈൻ ട്രാൻസാക്ഷൻ മെത്തേഡ് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.